മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ തോൽക്കുന്നത് ജനാധിപത്യമാണെന്ന് ഗാർഡിയൻ മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. ഒരവസരം കൂടി മോദിക്ക് നൽകണോ എന്ന് ജനം ആലോചിക്കണമെന്നും ഗാർഡിയൻ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോഴാണ് രാജ്യം ഭരിക്കുന്ന ബിജെപിക്കെതിരെയും അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതിരൂക്ഷ വിമർശനവുമായി അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ രംഗത്ത് വന്നത്. ഒരവസരം കൂടി മോദിക്ക് നൽകണോ എന്ന് ജനം ആലോചിക്കണം. വീണ്ടും മോദി ഭരണത്തിൽ വരുന്നതിലൂടെ തോൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യമാണെന്നും ദി ഗാർഡിയൻ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മോദിക്കെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുന്നതിനാണ് ED ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതെന്നും അതുകൊണ്ടാണ് ED അറസ്റ്റ് ചെയ്തവരിൽ ഒരു ഭരണകക്ഷി നേതാവ് പോലും ഇല്ലാത്തതെന്നും ഗാർഡിയൻ വിമർശിച്ചു. BJP ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ വാങ്ങിയതിനെയും കഴിഞ്ഞ കാലയളവിൽ മോദി നടത്തിയ അഴിമതിയെയും ഗാർഡിയൻ വിമർശിക്കുന്നുണ്ട്. രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഒന്നും മോദിയെ ബാധിക്കില്ല. ഇത്തരം വിഷയങ്ങളിൽ മോദിക്ക് മോശം റെക്കോർഡാണ്. അതൊക്കെ മറച്ചുവെച്ച് വർഗീയത ആളിക്കത്തിക്കുകയാണ് മോദി ചെയ്യുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് മോദി നടത്തുന്നത്. അതിനാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നു. എന്നാൽ രാജ്യം 20 കോടി മുസ്ലിങ്ങളുടേത് കൂടിയാണെന്ന് മോദി ഓർക്കണമെന്നും ഗാർഡിയൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദിക്ക് പേടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖപ്രസംഗത്തിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന വിഷയങ്ങളടക്കം നിരീക്ഷിച്ചിട്ടുണ്ട്. ജനങ്ങൾ മോദിയുടെ ഭരണത്തിൽ അസ്വസ്ഥരാണെന്നും 10 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടാകുമെന്നും ഗാർഡിയൻ വിലയിരുത്തുന്നു. കൈരളി ന്യൂസ്, ദില്ലി.